ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലൻ സോ ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ആയുകൾ നടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ നമ്മൾ നേരെ അപ്പൂൻ്റെ വീട്ടിൽ പോകുന്നു. അപ്പൂൻ്റെ മുയലിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂൻ്റെ മുയൽ മോട്ടു എന്നാണ് അതിൻ്റെ പേര് ഗായ്സ്. അപ്പം ഒറ്റ മുയലേ ഉള്ളൂ. ഒറ്റ മുയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, ഒരു തടിച്ച സാധനം. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി അവിടെ ആയി തന്നെയാണ് അവൻ്റെ വീട്. അപ്പോൾ അതിനെ കണ്ട് അവിടെ കുറച്ച് നമുക്ക് അവനെ പോയി ആദ്യമേ കാണാം. ഈ അങ്കിൾ ബൺ സിനിമ കണ്ടിട്ടില്ലേ, മോഹൻലാലിന്റെ വണ്ണമുള്ള, അതിനകത്ത് മോഹൻലാൽ ഒരു മുയലിനെ കാണിക്കുമല്ലോ, അതേ സെയിം മുയൽ അല്ലേ? സെയിം മുയൽ. പക്ഷെ നല്ല രസമാണ് കേട്ടോ മുയലിനെ കാണാൻ. ഗൈസ്, അപ്പോൾ നമ്മൾ അപ്പൂന്റെ വീടെത്തി. ഏകദേശം ലാബർ ഡോഗിനാണെങ്കിൽ 12 വയസ്സുണ്ട് കേട്ടോ. 12 വയസ്സുള്ള ലാബർ ഡോഗിനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതേപോലെ മോട്ട് മുയലിനെ. അപ്പോൾ നമ്മൾ നേരെ അപ്പൂന്റെ വീടെത്തി. അപ്പേ അയ്യോ, ഇടുക്കി കടിക്കുമോ അപ്പൂ? ആ 12 വയസ്സായില്ലോ. നരയുണ്ടോ? നരയുണ്ടോ? പൈസനായി. 12 വയസ്സുള്ള ലാബർഡോഗാണ് കേട്ടാ. അയ്യോ, 12 വയസ്സെന്ന് പറയുമ്പോഴത്തേന് എന്റെ അനിയന്റെ കസിൻ അനിയന്റെ പ്രായമുണ്ട് സാധനത്തിന്. കണ്ട 12 വയസ്സുള്ള ലാബർഡോഗാണ് കേട്ടോ. റിക്കി എന്നാണ് പേര്, പെണ്ണാണ് കേട്ടാ. റിക്കി കിടക്കണുണ്ടോ ഗൈസ്? അയ്യോ, എന്നാന്ന് പറഞ്ഞാ ഇത്ര ഏജ് ആയില്ലോടാ. മൊത്തം പെറ്റ്സിന്റെ കളിയാണ് കേട്ടാ. അയ്യോ, അപ്പന്റെ വീട്ടിൽ മൊത്തം പെറ്റ്സാണ് കേട്ടോ. ഇനി വണ്ടനൊരായിട്ട് എന്തിനാ പോയെ? അതാണ് എന്റെ രസമാണ് നോക്കുമ്പോൾ കിടക്കുന്നത്. ഗ്രാൻഡ് മദറിന്റെ പെറ്റാണ്. അപ്പൂന്റെ ഗ്രാൻഡ് മദറിന്റെ പെറ്റാണ് കേട്ടാ. ഏറ്റവും മണ്ടലാണ് ഗൈസ്. അപ്പൊ നമ്മുടെ മോട്ട് കിടക്കുന്നത്. മോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാരം ഗൈസ്. അപ്പൊ നമ്മൾ നേരെ മോട്ടുവിനെ കാണാൻ പോയിട്ട് കേട്ടോ. മോട്ടു ടെറസിലാണ് കേട്ടോ. അപ്പൂന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് അടുത്ത ടെറസ്. അപ്പൊ ടെറസിലോട്ട് കയറാൻ കേട്ടോ ഗൈസ്. അവിടെ ബോട്ട് തടുപ്പിന് വേണ്ടിയാണ് കേട്ടോ ഈ ടാങ്കിന്റെ അവിടെ ഒന്ന് കിടക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ മോട്ട് കേട്ടോ. ഞാൻ മുയലിനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ. അയ്യോ, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നതാ. കണ്ടോ റെഡ് ഐസ്, നല്ല ക്യൂട്ടാണ്. അപ്പു ഉറക്കാൻ പോവാണ് കേട്ടോ. കൊച്ചു ഉറങ്ങിയടാ അപ്പു, ഉറങ്ങി. ഉറങ്ങി പോയി കേട്ടോ ഗൈസ്. നിങ്ങളൊരു കാര്യം അറിയണം, ഈ ഒരു കാലത്തിലാണെങ്കിൽ എത്ര പേരാണെങ്കിൽ വീട്ടിലാണെങ്കിൽ പട്ടികൾ മൃഗങ്ങളെ വളർത്തിയിട്ട് വയസ്സാകുമ്പോഴാണെങ്കിൽ അവർ കൊണ്ട് കാട്ടിലോ അവിടോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും വളർത്താനോ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടും. പക്ഷെ ഇപ്പൊ ഇതിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വയസ്സായി ഇപ്പോഴും ചുണക്കുട്ടരായിട്ട് ഈ വീട്ടിലൊരു പെറ്റായിട്ട് നിൽക്കുമ്പോഴും അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഉണ്ടോ മോട്ടുവിനെ കണ്ടോ ഗൈസ് നിങ്ങൾ? അയ്യോ, ഒരു വിലയുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും അതിനെ സ്നേഹിച്ചാണ് ഈ വീട്ടിലെ എല്ലാ പെറ്റ്സിനെയും അതേപോലെ സ്നേഹിച്ചും അതേപോലെ ഫുഡും കൊടുത്താണ് വളർത്തുന്നത്. അത് കാണാനും ഉണ്ട്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുകയും എല്ലാ ഇല്ല. ഞാൻ പണ്ട് തൊട്ടേ കാണുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ഏത് പൂച്ചയോ ഒരു പട്ടിയോ എന്തോ ആവട്ടെ, വിശന്ന് വരുമ്പോൾ നമ്മൾ അതിന് ആഹാരം കൊടുക്കണം. ആഹാരം കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി സ്നേഹം നമ്മളടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് പല പല മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അനിമൽസിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആണ്. ഇതേപോലെ സ്നേഹിക്കുന്ന മിണ്ടാപ്രാണികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര വിലപ്പെട്ടതാണ് കേട്ടോ. അത് നമുക്ക് അതിൻ്റെ കൂടെ അടുത്ത ഇടപെടുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ പറ്റും. എന്താ ഗൈസ്, എന്ത് പാവാണ് ഇത് ഗൈസ്. അപ്പൊ ഗൈസ് ആണെങ്കിൽ നമ്മള് റിക്കിയെ കാണാനാണ് മെയിൻ ആയിട്ട് വന്നത്. റിക്കിയെയും കാണണം, എനിക്ക് മോട്ടുവിനെ കാണണം. ഇവര് രണ്ടുപേരെ കാണാനാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് വന്നത്. ഇവിടെ റിക്കി ആണെങ്കിൽ 12 വയസ്സായിട്ട് ഇവ കൊച്ചു പിള്ളേരായിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോട് നിൽക്കാനായാലും ഒരു എന്താ പറയണ്ടത്, കുഞ്ഞിലാവട്ടോടെ നിൽക്കുന്ന കണക്കാണ് ഇവന്റെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ കേട്ടാ. എന്ത് സ്നേഹമാണെന്നറിയോ ഗൈസ്. അപ്പം ഗൈസ് ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഗൈസ് അടുത്തൊരു കിടില വീഡിയോ ആയിട്ട് വരുന്നവരെ ഗൈസ് ബൈ.